ആത്മഹത്യ ചെയ്തവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറച്ചു പേര് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ പേര് തന്നെ തെറ്റാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ആത്മാവിനൊരിക്കലും ജനനമില്ല, മരണമില്ല, നാശമില്ല, ആർക്കും നശിപ്പിക്കാനും സാധിക്കില്ല. സ്വാഭാവിക മരണം സംഭവിക്കുമ്പോ പ്രാണനും ആത്മാവും തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായി വിച്ഛേദിക്കപ്പെടുകയും പ്രാണൻ പോകുന്നതോടുകൂടി ആത്മാവിന് ശരീരം വിട്ടു പോകേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ പ്രാണഹത്യ ചെയ്യുമ്പോ വളരെ കഠിനമായ യാതനകൾ സഹിച്ച് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടാണ് പ്രാണനും ആത്മാവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. ഇത് വളരെ ശാരീരികമായ മാനസികമായ ഒരുപാട് വേദനകള്, വിഷമങ്ങള്, അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രാണൻ ശരീരം വിട്ടു പോകുന്നതും ആത്മാവ് ഫോഴ്സ്ഫുള്ളി ശരീരത്തിൽ നിന്ന് പോകേണ്ടി വരികയാണ്. ആ സമയത്ത് ശരീരം വിട്ടു പോകുന്ന ആത്മാവിന് വളരെയധികം പശ്ചാത്താപമായിരിക്കും തോന്നുക. ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത, അതായത് നമ്മുടെ ബുദ്ധി ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മിൽ ഉണ്ടാകുന്നത്. ഇനി പുറത്തേക്ക് വരുന്ന ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? ഇതിന് ഊർധ്വലോകങ്ങളിലോ അധോലോകങ്ങളിലോ, അതായത് സ്വർഗത്തോ നരകത്തോ ഒരു സ്ഥാനവും ലഭിക്കില്ല. ഒരാൾക്ക് ജനിക്കുമ്പോൾ തന്നെ, ഞാൻ പറഞ്ഞു, ആള് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ലൈഫ് സ്പാൻ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. 60 വയസ്സിൽ മരിക്കേണ്ട ആള് 20 വയസ്സിൽ പ്രാണഹത്യ ചെയ്താല് ബാക്കിയുള്ള വർഷങ്ങളില് പ്രേതാവസ്ഥ പ്രാപിച്ച് ഭൂമിയുടെ ഒരു പ്രത്യേക തലത്തില് ഡാർക്ക് എനർജീസ് ആയിട്ട് അവർക്ക് വസിക്കേണ്ടി വരും. ഇത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. വളരെയധികം ഫ്രസ്ട്രേഷനോട് കൂടിയിട്ടായിരിക്കും ഈ ഡാർക്ക് എനർജീസ് അവിടെ വസിക്കുന്ന. ഇരുണ്ട ഊർജമായിട്ട് വർഷങ്ങളോളം പീഡനം അനുഭവിക്കേണ്ടി വരികയാണ് ഈ ആത്മാക്കൾക്ക് ചെയ്യേണ്ടി വരിക. മാത്രമല്ല അവര് അതിനുശേഷം ആ ലൈഫ് സ്പാൻ എത്തുമ്പോൾ, അതായത് 60 വയസ്സിൽ മരിക്കേണ്ട ആള് 60 വയസ്സ് എത്തുമ്പോൾ അവരുടെ ഭൂമിയിലുള്ള ശ്വാസം കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം എത്തുമ്പോൾ ഇവർ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് നേരെ നരകലോകങ്ങളിൽ പോവുകയും അതിനുശേഷം അവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ശരീരം ഭഗവാൻ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് മനുഷ്യ ശരീരം ആവണമെന്നില്ല. കാരണം ലക്ഷക്കണക്കിന് യോനികളിലൂടെ കടന്നുപോയിട്ടാണ് ദുർലഭമായിട്ടുള്ള ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ മനുഷ്യജന്മം ലഭിക്കുന്നത്, അപ്പോൾ നേരത്തെ എന്തിനു വേണ്ടിയിട്ടാണോ ആത്മഹത്യ അല്ലെങ്കിൽ പ്രാണഹത്യ ചെയ്തത്, അതേ സിറ്റുവേഷനിൽ തന്നെ അവർ വന്നെത്തുന്നു. ആ ഒരു ജീവിത സാഹചര്യം, ആ ദുർഘടം തരണം ചെയ്യുന്നത് വരെ അവർക്ക് ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അപ്പോഴും അവർ ആത്മഹത്യ അല്ലെങ്കിൽ പ്രാണഹത്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ വീണ്ടും ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. എന്ത് ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ ഭയപ്പെട്ടിട്ടാണോ ആത്മഹത്യ അല്ലെങ്കിൽ പ്രാണഹത്യ ചെയ്തത്, അതേ ജീവിത സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും ചെന്നെത്തേണ്ടി വരുന്നു. കാരണം അവർക്ക് അത് പൂർവ്വജന്മ കർമ്മഫലമായി കിട്ടുന്ന ആ ഒരു ദുർഘടമായിട്ടുള്ള ജീവിത അവസ്ഥയാണ്. അത് അവർ തരണം ചെയ്ത് എപ്പോഴാണോ ആത്മാവ് ശക്തി പ്രാപിക്കുക, അതുവരെ അത് തരണം ചെയ്യാനുള്ള ശക്തി ആ ആത്മാവിന് ലഭിക്കുക, അതുവരെ ആ ജീവിത സാഹചര്യങ്ങളിൽ അതുപോലുള്ള ജന്മങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ആത്മഹത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാണഹത്യ ഒരിക്കലും ചെയ്യാൻ ചിന്തിക്കുക പോലും ചെയ്യരുത്.